ഹായ്, ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അപ്പം ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ബീൻസ്, സോയ സോസ്, പെപ്പർ പൗഡർ, ഉപ്പ് ചേർത്ത് വേവിച്ച് ചിക്കൻ, ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചത്, പച്ചമുളക്, എഗ്ഗ്, പെപ്പർ പൗഡർ, ഉപ്പ് ചേർത്ത് ഉണ്ടാക്കിയെടുത്തത്, ചെറുതായി വേവിച്ച് വെച്ച ഗ്രീൻ പീസ്, ബട്ടർ, മല്ലിച്ചപ്പ്, ബാസ്മതി റൈസ്, സോയ സോസ്. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വെള്ളവും കുരുമുളകും ഉപ്പും ഇട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ഇനി ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചൂടാക്കി വെച്ച പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. പച്ചമുളക് ആഡ് ചെയ്യാം. ബീൻസ് ആഡ് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട, കാരണം നമ്മൾ സാൾട്ടഡ് ബട്ടറാണ് ഇതിന് യൂസ് ചെയ്തതിന്. അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. അധികം വേവേണ്ടിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് എഗ് ഓംലെറ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ച ചിക്കനും ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസും കൂടി ഇതിൽ ആഡ് ചെയ്യാം. കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം, മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം.